7 ദിവസവും 14 മണിക്കൂർ ജോലി ചെയ്യണം. അവധിയും ഉറക്കവുമില്ലാതെ സമ്മർദ്ദം സഹിക്കാനാകാതെ വീണു പോകുന്നവർ, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവരും. അമിത ജോലിഭാരത്തെ തുടർന്ന് 26-കാരിയായ അന്ന സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീണ് മരിച്ചിട്ട് മാസങ്ങൾ ആകുന്നേയുള്ളൂ. അമിത ജോലിഭാരം തന്റെ മകളുടെയും ജീവൻ കവർന്നുവെന്നാണ് അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ ഉറപ്പിച്ചു പറയുന്നത്. അന്നയുടേത് കോർപ്പറേറ്റുകളും ബഹുരാഷ്ട്ര കമ്പനികളും ചേർന്ന് നടത്തിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണെന്നതിൽ സംശയമില്ല. ജോലി സംബന്ധമായ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തലമുറ ഭേദമില്ലാതെ ആളുകൾ ഉപയോഗിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ അമിത ജോലിഭാരത്തിന്റെയും നേരിടുന്ന അപമാനത്തിന്റെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവർ ഏറെയാണ്. സമ്മർദ്ദങ്ങളും സോഷ്യൽ ബുള്ളിങ്ങും താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. സംസ്ഥാന യുവജന കമ്മീഷൻ മീഡിയ, ഇൻഷുറൻസ്, ബാങ്കിംഗ്, റീറ്റെയിൽ, ഇൻഡസ്ട്രിയൽ എന്നീ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന 18-നും 40-നും ഇടയിൽ പ്രായമുള്ള 1548 യുവജനങ്ങളിൽ നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ 84.3% യുവാക്കളും കടുത്ത ജോലി സമ്മർദ്ദം നേരിടുന്നവരാണ് എന്ന വസ്തുതയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലയിൽ 80.6%, ഗിഗ് ഇക്കോണമി തൊഴിലുകളിൽ 75.5% ജീവനക്കാരും തൊഴിൽ സമ്മർദ്ദം നേരിടുന്നു. ഇതിൽ തന്നെ 30-നും 39-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സമ്മർദ്ദം അനുഭവിക്കുന്നത്. അതും പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കൂടുതൽ സമ്മർദ്ദം നേരിടുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടാതെ വിധവകൾ, വിവാഹമോചിതർ എന്നിവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെന്നും ജോലിക്കാരിൽ പകുതി പേർക്കും സ്വകാര്യ ജീവിതവും ജോലിയും സന്തുലിതമായി കൊണ്ടുപോകാനാകില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കുറഞ്ഞ ശമ്പളവും മോശം അലവൻസുകളും യുവാക്കളെ ജോലിയിൽ നിന്ന് അകറ്റുകയാണെന്നും ഇക്കാരണങ്ങളാൽ മദ്യപാനം പലരും ശീലമാക്കുന്നുവെന്നും തിരിച്ചറിയേണ്ടവയും പരിഹാരം കാണേണ്ടവയുമാണ്. ജോലിഭാരം ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമ്പോഴും പലരും ചികിത്സയ്ക്ക് തയ്യാറാകാത്തതും ഞെട്ടിപ്പിക്കുന്നു. മാനസികാരോഗ്യം എന്നത് നാം ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. അത് വീണ്ടെടുക്കേണ്ടതും തിരിച്ചുപിടിക്കേണ്ടതും അത്യാവശ്യമാണ്.